Hi friends, PINNACLE Academy മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറയുന്ന പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അവസാനത്തെ ലെക്ചറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മോണോഅറ്റോമിക് ഗ്യാസിൻ്റെ ഗാമ കണ്ടുപിടിക്കുക, ഡയറ്റോമിക് മാസിൻ്റെ, അതുപോലെ തന്നെ പോളിയറ്റോമിക് ഗ്യാസിൻ്റെ, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഇന്ത്യൻ എനർജി കണ്ടുപിടിക്കുക. ഇത് മിക്ക എക്സാമിന് ചോദിച്ച് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇതിന് കുറച്ച് ബേസിക് ആയിട്ട് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. നമ്മൾ ആ ഇക്വേഷൻ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ എന്തൊക്കെയാണെന്ന് അതിന് ഞാൻ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ഇക്വേഷൻ പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ എനർജി, അതായത് ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ എനർജി എന്താണ്, ഹാഫ് KBT ആണെന്ന് ഒരു ബോധം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ CV ഇക്വേഷൻ DU/dt ആണെന്നും അറിഞ്ഞിരിക്കണം. ഇതൊന്നും അറിയാത്തവർ മുമ്പത്തെ ലെക്ചർ കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ CP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CP - CV = നമുക്കറിയാം 6, ഏതാണ്, മേയേഴ്സ് റിലേഷൻ. ഇതറിയാത്തവർ തെർമോഡൈനാമിക്സ് എന്ന വീഡിയോ ലെക്ചർ കണ്ടാൽ മതി. ദെൻ CP = നമുക്കിവിടെ പറയാൻ പറ്റും R+ എന്താണ് CV എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ലോജിക് എന്ന് പറയുന്നത് ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു മോണോ അറ്റോമിക് മോളിക്യൂളാണ്. മോണോ ആറ്റം നമുക്കറിയാം, മോണോ അറ്റോമിക് എന്ന് വെച്ചാൽ ഒരൊറ്റ ആറ്റമേ കാണത്തുള്ളൂ. ഈ മോണോ അറ്റോമിക് മോളിക്യൂളിൽ എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം, X ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. Y ഡയറക്ഷനിലോട്ട് ഇതിന് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. അതുപോലെ തന്നെ Z ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം പറയുന്നത് DOF, ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കണം, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇതിന് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇതിന് എന്തൊക്കെ മോഷൻ ഉണ്ട്, 3 ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ എന്തുണ്ട്, ഇതിന് റൊട്ടേഷൻ ഉണ്ടോ, 0 റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇതിനെന്തില്ല, റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇല്ല. അതെന്താ റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞത്, നമുക്കറിയാം ഒരു ആറ്റത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് വളരെ വളരെ എന്താണ്, ചെറുതാണ്. നമുക്കറിയാം ഒരു ആറ്റത്തിന് ഡയമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻² അടുത്താണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതിയായിരിക്കും. 10⁻⁻10 മീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ 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 എന്താണ്, ചെറിയൊരു വാല്യൂ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ ആറ്റത്തിൻ്റെ റേഡിയസ് വളരെ വളരെ ചെറുതായതുകൊണ്ട് റൊട്ടേഷൻ മൂലമുണ്ടാകുന്ന എനർജി എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം എന്താ, റൊട്ടേഷൻ മൂലം ഉണ്ടാകുന്ന എനർജി നമുക്കറിയാം, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണ്, ½ I⍵² ആണ്. ഇവിടെ I എന്ന് പറയുന്നത് mr² അല്ലേ. R വളരെ ചെറുതായതുകൊണ്ട് mr² വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ I വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ എനർജി എന്തായിരിക്കും, വളരെ ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ റൊട്ടേഷൻ മൂലം അതിനെന്തില്ല, എനർജി ഇല്ല. അപ്പോൾ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ എന്ത് വരത്തില്ല, 0 റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. പിന്നെ എന്താണ്, അവിടെ വൈബ്രേഷൻ ഉണ്ടോ, കാരണം ഈ ഒറ്റ മോളിക്യൂളിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വൈബ്രേറ്റ് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വൈബ്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടെ 0 വൈബ്രേഷൻ. ഇത് ഓറും OV ഒന്നും അല്ല, 0 റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം, 0 വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, എങ്കിൽ ഇവിടെ ടോട്ടൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, 3 ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 ഡിഗ്രി ഓഫ് ഫ്രീഡം. X-ലോട്ടും Y-ലോട്ടും Z-ലോട്ടും 3 ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രമേ ഉള്ളൂ. ഇനി ശ്രദ്ധിക്കുക, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത് എന്താ, ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത് ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് എനർജി എന്താണ്, ½ KBT ആണ്. എങ്കിൽ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലേ ഈ മോളിക്യൂളിൽ. അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത്, ആ മോളിക്യൂളിൻ്റെ എനർജി, ദാറ്റ് മീൻസ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, 3/2 KBT ആണ്. അതായത് ½ KBT ആണ് 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെങ്കിൽ 3 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് എന്തായിരിക്കും, 3/2 എന്തായിരിക്കും, KBT ആയിരിക്കും. മനസ്സിലായോ? ഇതാണ് ഇവിടെ കിട്ടുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഫോർ 1 മോൾ നമുക്ക് 1 മോളിന്റെ കേസ് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഈ ശ്രദ്ധിക്കുക, ഇത് ഒരു ഒറ്റ ആറ്റത്തിന്റെ കേസിലാണ് ഈ എനർജി കിട്ടിയിരിക്കുന്നത്, ഒരൊറ്റ മോളിക്യൂളിന്റെ കേസിലാണ് കിട്ടിയിരിക്കുന്നത്. ഫോർ 1 മോൾ നമുക്കറിയാം, ഫോർ 1 മോൾ എന്താ, ഫോർ 1 മോളിന്റെ പ്രത്യേകത, ഫോർ 1 മോൾ ഒരു മോൾ എത്ര ആറ്റം ഉണ്ട്, 1 മോൾ Na അവോഗാഡ്രോ നമ്പർ ഓഫ് എന്തുണ്ട്, ആറ്റം ഉണ്ട്. അപ്പോൾ ഈ കേസ് എന്താവും, U ഈക്വൽ ടു എന്താ വരുന്നത്, 3/2 KBT. ഇത് ഒരൊറ്റ ആറ്റത്തിൻ്റെയാണ്. എങ്കിൽ 1 മോളിന് എന്തുമാത്രം ആറ്റം ഉണ്ട്, ഇൻറ്റു എന്ത് കൊടുക്കണം, Na കൊടുക്കണം. അപ്പോൾ Na × 3/2 KBT ആണ് ആ 1 മോൾ ആറ്റത്തിൻ്റെ എന്തെന്ന് പറയുന്നത്, ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. മനസ്സിലായോ? കാരണം നമ്മളവിടെ CV കണ്ടുപിടിച്ചപ്പോൾ 1 മോളിൻ്റെ കേസ് എടുത്തത്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയും 1 മോളിൻ്റെ കേസ് എടുക്കുന്നത്. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, KB ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. KB എന്താണ്, KB = R/ എന്താണ്, Na ആണ്. എങ്കിൽ Na × KB എന്തായിരിക്കും, Na × KB എന്തായിരിക്കും, R ആയിരിക്കും. ഇവിടെ നോക്കിയാൽ Na × KB എന്താ, R ആണ്. അപ്പോൾ U = എന്ത് കിട്ടി നമുക്ക്,
3/2 RT എന്ന് കിട്ടി. അപ്പോൾ ഈ മോളിക്യൂളിൻ്റെ ഒരു മോളിക്യൂൾ 1 മോളിൻ്റെ ഇന്റേണൽ എനർജി എന്തായിരിക്കും? 3/2 RT ആണ്. മനസ്സിലായോ? ഒരു ആറ്റത്തിന് മാത്രമാണെങ്കിൽ എന്തായിരിക്കും? 3/2 kBT. മറന്നു പോകരുത്, മാറിപ്പോകരുത്. ഒരു ആറ്റത്തിനാണെങ്കിൽ എന്തായിരിക്കും? ഒരു ആറ്റത്തിനാണെങ്കിൽ എന്തായിരിക്കും? 3/2 kBT ആയിരിക്കും. ഒരു മോൾ ആറ്റത്തിനാണെങ്കിൽ എന്തായിരിക്കും? Na × 3/2 kBT. ദാറ്റ് മീൻസ് എന്താണ്? 3/2 RT. അപ്പോൾ ഓർക്കുക 1 മോളാണ് വരുന്നതെങ്കിൽ എന്ത് വരും? അവിടെ 6 വരും. ഇനി 1 ആറ്റമാണ് അല്ലെങ്കിൽ 1 മോളിക്യൂളാണ് വരുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും വരുന്നത്? അവിടെ KB വരും. മാറിപ്പോകരുത്. മനസ്സിലായോ? ഓക്കെ, ഇത് ചില കുട്ടികൾക്ക് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെയാണ് KB എന്തായിട്ട് മാറിയത്? 6 ആയിട്ട് മാറിയത്. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? നമുക്ക് ഓക്കെ, ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഇവിടെ നമുക്ക് ഒരു ഇക്വേഷൻ കൂടെ പഠിക്കാനുണ്ട്. ഗാമയുടെ ഇക്വേഷൻ എന്താണ്? CP/ എന്താണ്? CV ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ആദ്യം CV എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. എന്താണ് CV എന്ന് പറയുന്നത്? CV = du/ എന്താണ്? dt ആണ്. ഓക്കെ, നമുക്കറിയാം d/ എന്താണ്? dt ഓഫ് യുവിന് പകരം എന്തിട്ട് കൊടുക്കുക? 3/2 RT ഇട്ട് കൊടുക്കുക. ഇവിടെ 3/2 R നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? CV = 3/2 R dt/ എന്താണ്? dt. നമുക്കറിയാം dt/dt എന്താണ്? 1 ആണ്. അപ്പൊ CV നമുക്ക് എന്ത് കിട്ടി? 3/2 R എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് CV കിട്ടി. ഇനി നമുക്ക് CP കണ്ടുപിടിക്കാം. എന്താ CP? ഇക്വേഷൻ നോക്കിയേ. R പ്ലസ് എന്താണ്? CV ആണ്. ദാറ്റ് മീൻസ് R പ്ലസ് CV എന്താണ്? 3/2 R. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2R + 3R എന്താണ്? 5R/ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ഇനി അവസാനം ആരെ കണ്ടുപിടിക്കണം? ഗാമ എന്താണ്? CP/ എന്താണ്? CP/ എന്താണ്? CV ആണ്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? ഗാമ എന്ന് പറയുന്നത് CP/CV ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 5/2 R / എന്താണ്? 3/2 R എന്ന് കിട്ടും. 6 വെട്ടിക്കളയ, 2 വെട്ടിക്കളയ. അവസാനം ഗാമ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ഗാമ എന്ന് പറയുന്നത് 5/ എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ഒരു മോണോ അറ്റോമിക് ഗ്യാസിന്റെ കേസിൽ ഗാമ എന്ന് പറയുന്നത് എന്താണ്? 5/ എന്താണ്? 3 ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾ ആദ്യമേ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് എനർജി എന്താണ്? ½ kBT ആണെന്ന് പഠിക്കുക. പിന്നെ CV ഡിക്കേഷൻ du/dt ആണ്. CP ഡിക്കേഷൻ CV+ എന്താണ്? R ആണ്. അതുപോലെ തന്നെ ഗാമ എന്ന് പറയുന്നത് CP/ എന്താണ്? CV ആണെന്നും അതുപോലെ തന്നെ എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നും എങ്ങനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുന്നതെന്നും ഒരു ലോജിക്ക് ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡെറിവേഷൻസ് എന്താണ്? സിമ്പിളാണ്. ഇതുപോലെ തന്നെയാണ് ഡയറ്റോമിക്കിന്റെ കേസിലും പോളിഅറ്റോമിക്കിന്റെ കേസിലും നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഗതി നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് നോക്കുക. നമുക്ക് അടുത്ത് എങ്ങോട്ടേക്ക് പോവാം? ഡൈ അറ്റോമിക് മോളിക്യൂളിന്റെ കേസിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഡയറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ ഗാമ കണ്ടുപിടിക്കാം. ഓക്കെ, ഡയറ്റോമിക് മോളിക്യൂളിന്റെ 2 കേസുണ്ട്. ഒന്ന് റിജിഡ് റൊട്ടേറ്ററും, അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെന്താണ്? നോൺ റിജിഡ് റോട്ടറുമാണ്. ഓക്കെ, എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് ബോണ്ടിന്റെ പ്രത്യേകത, ഡയറ്റോമിക്കിൽ 2 ആറ്റം ഉണ്ടായിരിക്കും അല്ലേ? ഈ ബോണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റിജിഡ് ആയിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള എന്തില്ല? കപ്പാസിറ്റി ഇല്ല. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ റിജിഡ് അറ്റോമിക് മോളിക്യൂൾ അല്ലെങ്കിൽ ഡയറ്റോമിക് മോളിക്യൂളിന് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റും? ഇതിന് X ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാം, Y ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാം, അതുപോലെ തന്നെ Z ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. അപ്പൊ X-ലോട്ടും Y-ലോട്ടും Z-ലോട്ടും ഇതിന് മൂവ് ചെയ്യാനുള്ള എന്തുണ്ട്? കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കും? നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ ആദ്യം നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുന്നു. ഇതിന് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? 3 ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇതല്ലേ ഡയറ്റോമിക് മോളിക്യൂൾ? ഈ ഡയറ്റോമിക് മോളിക്യൂളിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ഇതിങ്ങനെ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിന് എന്തുണ്ട്? റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇതിന് ഇങ്ങനെ മാത്രമാണ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലുമല്ല. ഇതിന് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം? ഇതിന് ഈ ഒരു പ്ലെയിനിൽ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? റൊട്ടേറ്റ് ചെയ്യാനുള്ള എന്തുണ്ട്? കഴിവുണ്ട്. അപ്പോൾ ഇതിന് ഇങ്ങനെയും റൊട്ടേറ്റ് ചെയ്യാം, അതുപോലെ എങ്ങനെയും റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെയും റൊട്ടേറ്റ് ചെയ്യാം. പക്ഷേ ഈ റൊട്ടേഷൻ നമ്മൾ കൗണ്ട് ചെയ്യത്തില്ല. എന്തുകൊണ്ട് ഈ റൊട്ടേഷൻ കൗണ്ട് ചെയ്യാത്തത്? കാരണം ഈ റൊട്ടേഷൻ നമ്മൾ കൗണ്ട് ചെയ്തത് കാരണം നമുക്കറിയാം ആറ്റത്തിന്റെ റേഡിയസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ആ റൊട്ടേഷൻ മൂലം ഉണ്ടാകുന്ന എഫക്ട് എന്തായിരിക്കും? നെഗ്ലിജിബിൾ ആയിരിക്കും. പക്ഷേ ഈ 2 റൊട്ടേഷൻ നമ്മൾ എടുക്കാൻ കാരണം എന്താണ്? ഈ 2 റൊട്ടേഷൻ എടുക്കാൻ കാരണം ഇതിന് ബോണ്ട് ലെങ്ത് ആറ്റത്തിന്റെ റേഡിയസിനേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ബോണ്ട് ലെങ്ത് ഉള്ളതുകൊണ്ടാണ് ഈ റൊട്ടേഷനും അതുപോലെ ഈ റൊട്ടേഷനും എടുത്തത്. ഈ 2 ആറ്റം ഈ 2 സൈഡിൽ ഇരിക്കുന്നു. അപ്പോൾ ഈ റൊട്ടേഷൻ നമ്മൾ എടുക്കാൻ കാരണം ബോണ്ട് ലെങ്ത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ റൊട്ടേഷൻ എന്ത് ചെയ്തില്ല? എടുക്കത്തില്ല. എന്തുകൊണ്ട് ഈ റൊട്ടേഷൻ എടുക്കാത്തത്? കാരണം ആറ്റത്തിന്റെ റേഡിയസ് വളരെ എന്താണ്? ചെറുതാണ് ബോണ്ട് ലെങ്ത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഈ റൊട്ടേഷന്റെ എഫക്ട് ഉണ്ടാകത്തില്ല. ഒരു റൊട്ടേഷൻ ഇത്, ഒരു റൊട്ടേഷൻ ഇത്. അപ്പോൾ മൊത്തം എത്ര റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? 2 റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം പ്ലസ് വൈബ്രേഷൻ ഇല്ല. കാരണം എന്താണ് വൈബ്രേഷൻ ഇല്ലാത്തതിന് കാരണം? വൈബ്രേഷൻ ഇല്ലാത്തതിന് കാരണം ഇത് റിജിഡാണ്. ഇതിന് എന്തുള്ള കഴിവില്ല? വൈബ്രേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ നോക്കി എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? 3 + 2 അല്ലേ? 5
ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. നമുക്കറിയാം 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് എനർജി എന്താണ്? ഹാഫ് KBT ആണെങ്കിൽ 5 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് എനർജി എന്തായിരിക്കും? 5/2 എന്താണ്? KBT ആയിരിക്കും. ഇനി നമുക്കറിയാം ഫോർ 1 മോൾ, ഞാനത് ഇവിടെയും ചെയ്യുന്നില്ല. ഫോർ 1 മോൾ, 1 മോളിന്റെ കേസിൽ എന്തായിരിക്കും ഇന്ത്യൻ എനർജി വരുന്നത്? 5/2. നമുക്കറിയാം 1 മോളിന്റെ കേസിൽ KB എന്താവും? 6 ആവും. 5/2 RT. ഇനി CV എന്താണ്? CV എന്താണ്? DU ബൈ എന്താണ്? DT. എന്താണ് U എന്ന് പറയുന്നത്? 5/2 6. DT ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി. ആ സ്റ്റെപ്പ് ഞാൻ ഇവിടെ വെട്ടിക്കുറക്കുന്നു. അപ്പോൾ DU ബൈ DT എന്താണ്? 5/2 6 ആണ്. 5/2 RT യുവിന് വരെ ഇട്ട് കൊടുക്കുക. 5/2 6നെ പുറത്തെടുക്കുക. DT ക്യാൻസൽ ചെയ്ത് 5/2 6 എന്ന് കിട്ടി. ഇനി അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? CV കണ്ടുപിടിച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? CV കഴിഞ്ഞാൽ അടുത്ത എന്ത് കണ്ടുപിടിക്കണം? CP കണ്ടുപിടിക്കണം. CP എങ്ങനെ കണ്ടുപിടിക്കുന്നത്? CV പ്ലസ് അല്ലെങ്കിൽ R പ്ലസ് എന്താണ്? CV മേയേഴ്സ് റിലേഷൻ. അപ്പൊ എന്താണ്? R പ്ലസ് CV നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? 5/2 എന്താണ്? 6. അപ്പൊ എന്ത് കിട്ടി? 2R പ്ലസ് 5R 7R ഡിവൈഡഡ് ബൈ എന്താണ്? 2 എന്ന് കിട്ടി. ഇനി ഗാമയല്ല കണ്ടുപിടിക്കേണ്ടത്. ഗാമ നമുക്കറിയാം CP ബൈ എന്തായിരിക്കും? CV. അപ്പോൾ 7/2 R ഡിവൈഡഡ് ബൈ എന്താണ്? 5/2 6. ആൻസർ നമുക്ക് എന്തെന്ന് കിട്ടി? 7/5 എന്ന് കിട്ടി. സിമ്പിൾ ഡെറിവേഷൻ അല്ലേ? ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഡയാറ്റോമിക് മോളിക്യൂളിന്റെ ഗാമ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിജിഡ് റോട്ടർ മാറ്റി നമുക്ക് എന്താക്കാം? നോൺ റിജിഡ് റൊട്ടേറ്റർ ആക്കാം. നോൺ റിജിഡ് എന്താണ്? റൊട്ടേറ്റർ ആക്കാം. നോൺ റിജിഡ് റൊട്ടേറ്ററിന്റെ പ്രത്യേകത എന്തായിരിക്കും? നോൺ റിജിഡ് റൊട്ടേറ്ററിന്റെ പ്രത്യേകത ഈ ബോണ്ട് എന്തല്ല? റിജിഡ് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് 3 ട്രാൻസ്ലേഷൻ ഉണ്ടാവും. എക്സിലോട്ട് മൂവ് ചെയ്യാം, വൈലോട്ട് മൂവ് ചെയ്യാം, ഇസലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ശരിയാണ്. എത്ര റൊട്ടേഷൻ ഉള്ളൂ? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ മോളിക്കൂളിരിക്കുന്നത് ഈ റൊട്ടേഷൻ ഉണ്ട്, ഈ റൊട്ടേഷൻ ഉണ്ട്, ഈ റൊട്ടേഷൻ ഉണ്ട്, റൊട്ടേഷൻ ഇല്ല, ഈ റൊട്ടേഷൻ ഇല്ല. അപ്പോൾ ഓക്കെ, 2 റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം. പിന്നെ എത്ര വൈബ്രേഷൻ ഉണ്ട് അവിടെ? അതിനെങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും? ഇത് നോൺ റിജിഡ് ആയതുകൊണ്ട് ഈ മോളിക്യൂൾ എന്ത് ചെയ്യുക? ഇവിടെ കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പടം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിങ്ങനെ സ്പ്രിങ് പോലെ ബോണ്ട് കാണിക്കുകയാണ്. കണ്ടോ, നോൺ റിജിഡ് എന്ന് വെച്ചാൽ സ്പ്രിങ് പോലെയാണ്. ഇതിന് എന്തിനുള്ള കഴിവുണ്ട്? വൈബ്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എത്ര വൈബ്രേഷനാണ്? ഒറ്റ വൈബ്രേഷൻ. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു വൈബ്രേഷന് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെന്നറിയാവോ? ശ്രദ്ധിക്കുക, ഒരു വൈബ്രേഷന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഒരു വൈബ്രേഷന് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഒരു വൈബ്രേഷന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. അതായത് നമുക്കറിയാം വൈബ്രേഷനകത്ത് 2 എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതുപോലെ എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. അതുകൊണ്ടാണ് ഒരു വൈബ്രേഷന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. എന്തൊക്കെയാണ്? അതിന് കൈനറ്റിക് എനർജി ഉണ്ട്, അതുപോലെ എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നമ്മൾ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം എടുത്തിരിക്കുന്നത്? 2 ഡിഗ്രി ഓഫ് ഫ്രീഡം എടുത്തിരിക്കുക. അപ്പോൾ ഒരു വൈബ്രേഷന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്കിൽ 2 വൈബ്രേഷന് എന്തായിരിക്കും? എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം? 4 ഡിഗ്രി ഓഫ് ഫ്രീഡം. 5 വൈബ്രേഷന് 10 ഡിഗ്രി ഓഫ് ഫ്രീഡം. F വൈബ്രേഷന് 2F ഡിഗ്രി ഓഫ് എന്തായിരിക്കും? ഫ്രീഡം ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് കിട്ടി ഇവിടെ? ഒരു വൈബ്രേഷൻ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കും? 3 + 2 5. നമുക്കറിയാം ഒരു വൈബ്രേഷൻ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്? 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ 3 + 2 എത്ര കിട്ടി? 4 + 3 7 ഡിഗ്രി ഓഫ് ഫ്രീഡം. മനസ്സിലായോ? എങ്കിൽ ഇവിടെ എന്ത് വരും? ഇന്ത്യൻ എനർജി 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ഹാഫ് KBT ആണെങ്കിൽ 7 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് എന്തായിരിക്കും? 7/2 KBT. ഫോർ 1 മോൾ എന്താ സംഭവിക്കുന്നത്? KB എന്താവും? 6 ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7/2. KBക്ക് ഒരു 6 ഇട്ട് കൊടുക്കുക. അപ്പോൾ 7/2 RT. ഇനി എന്താണ് CV? DU ബൈ DT. എന്താണ് U എന്ന് പറയുന്നത്? 7/2 RT. അതിട്ട് കൊടുക്കുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 5ന് വരെ എന്തിട്ട് കൊടുക്കുക? 7/2 R ഇട്ട് കൊടുക്കുക. ഇനി എന്താണ് CP? R പ്ലസ് CV നമുക്ക് എന്താ കിട്ടിയത്? 7/2 R. ഇന്ന് നോക്കിയാൽ 7/2 R പ്ലസ് എന്താണ്? 7/2 R. അതായത് എന്താണ്? 9/2 എന്താണ്? R. ഓക്കെ, ഇനി CP ബൈ CV ചെയ്യുന്നു. CP എന്താണ്? 9/2 R. CV എന്താണ്? 7/2 RT. 7/2 R വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? 9 എന്തെന്ന് കിട്ടും? 7 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ ഈ ഡെറിവേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്. കൺസെപ്റ്റ് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഈ ഡെറിവേഷൻ എന്തായിരിക്കും? വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത് പോളിയാറ്റോമിക് മോളിക്യൂളിന്റെ ഗാമ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. പോളിയാറ്റോമിക് എന്ന് വെച്ചാൽ 2ൽ കൂടുതൽ ആറ്റമുള്ളതിനെയാണ് നമ്മൾ പോളിയാറ്റോമിക് എന്ന് വിളിക്കുന്നത്. ഈ പോളിയാറ്റോമിക്കിന്റെ പ്രത്യേകത, ഇപ്പോൾ
അതിനകത്ത് ചില ബോണ്ട് ഇപ്പം നമുക്കറിയാം പോളിയാറ്റോമിക് എന്ന് പറയുന്ന നേരത്ത് ഒന്നിൽ കൂടുതൽ ബോണ്ട് കൊണ്ടാണ് പോളിയാറ്റോമിക് മോളിക്യൂൾസിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ബോണ്ടൊക്കെ എന്ത് ചെയ്യും, റിജിഡ് ബോണ്ട് ആയിരിക്കും, ചില എന്തായിരിക്കും നോൺ റിജിഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വൈബ്രേഷൻ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഒരു പോളിയാറ്റോമിക് മോളിക്യൂളിനെ ഇപ്പോൾ 3 ആറ്റമുള്ള ഒരു മോളിക്യൂൾ എടുക്കുന്നു. 3 ആറ്റമുള്ള ഒരു മോളിക്യൂളിനെ ഞാൻ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 3 ആറ്റമാണുള്ളത് അല്ലേ. 3 ആറ്റമുള്ള ഒരു മോളിക്യൂളിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇതിനാണ് പോളിയാറ്റോമിക് എന്ന് പറയുന്നത്. ഇതിൽ ചില ബോണ്ട് എന്ത് ചെയ്യും, റിജിഡ് ആയിരിക്കും, ചില എന്തായിരിക്കും നോൺ റിജിഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗാമയാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഗാമ കണ്ടുപിടിക്കുന്ന മുമ്പ് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, എന്തുമാത്രം ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് പറയണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആദ്യം എന്ത് ചെയ്യാം, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിഗ്രി ഓഫ് ഫ്രീഡം അപ്പം നമ്മൾ നോക്കാൻ നേരത്തെ എല്ലാ മോളിക്യൂളിലും 3 എന്തുണ്ട്, ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ് നമുക്കറിയാം. ഡയോറ്റോമിക്കിനകത്ത് അതിൻ്റെ റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 കാരണം അതിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, അതുപോലെ ഇങ്ങനെ എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. പോളിയുടെ കേസിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരു ആറ്റം കൊണ്ട് ആ ആറ്റം ഇവിടെ ഇരിക്കുക അല്ലേ. ഇപ്പോൾ ഇവിടെ ഇരിക്കുക ഒരു ആറ്റം. അപ്പോൾ ഇതിന് ഇങ്ങനെ ഈ റൊട്ടേഷൻ കിട്ടും. പിന്നെ ഏത് റൊട്ടേഷൻ കിട്ടും, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റൊട്ടേഷൻ കിട്ടും. പിന്നെ നമ്മൾ അവിടെ ഡയറ്റോമിക്കിൻ്റെ കേസിൽ ഈ റൊട്ടേഷൻ നമ്മൾ എന്താ പറഞ്ഞത്, ഈ റൊട്ടേഷൻ മൂലം അതിൻ്റെ എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ കാരണം ഇത് റേഡിയസ് ആയതല്ലേ. പക്ഷേ ഒരു പോളിയാറ്റോമിക്കിൻ്റെ കേസ് എടുക്കുമ്പോൾ ആറ്റം ഇവിടെ അല്ലേ ഇരിക്കുന്നത്, ഈ റൊട്ടേഷൻ്റെ എഫക്റ്റ് അവിടെ എന്ത് ചെയ്യും, ഉണ്ടാവും. അപ്പോൾ നമുക്ക് റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം, എത്ര റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, ഇവിടെ 3 റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പോൾ മോണോറ്റോമിക് ആണെങ്കിൽ റൊട്ടേഷൻ ഇല്ല, ഡയോറ്റോമിക് ആണെങ്കിൽ 2 റൊട്ടേഷൻ ഉണ്ട്, പോളിയാറ്റോമിക് ആണെങ്കിൽ എത്ര റൊട്ടേഷൻ ഉണ്ട്, 3 റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എത്ര വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, എഫ് വൈബ്രേഷൻ ഉണ്ടെന്നിരിക്കട്ടെ. എഫ് വൈബ്രേഷൻ ചിലപ്പോൾ 1 ആയിരിക്കും, ചിലപ്പോൾ 2 ആയിരിക്കും, ചിലപ്പോൾ 3 ആയിരിക്കാം. അപ്പോൾ വൈബ്രേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ എന്ത് വിളിച്ചു, എഫ് വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് ഞാൻ വിളിച്ചു. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്ന് കണ്ടുപിടിക്കാം. 3 ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്, 3 റൊട്ടേഷൻ എന്ത് തന്നെയാണ്, 3 ഡിഗ്രി ഓഫ് ഫ്രീഡം. എഫ് വൈബ്രേഷൻ നമുക്കറിയാം, ഒരു വൈബ്രേഷന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ എഫ് വൈബ്രേഷനോ, എഫ് വൈബ്രേഷന് 2f എന്താണ്, ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ മൊത്തം ഇപ്പോൾ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ആയി, 3 + 3 എന്താണ് 6 പ്ലസ് എന്താണ് 2f എന്തുണ്ട്, ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഡിഗ്രി ഓഫ് ഫ്രീഡം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്ത് ചെയ്യേണ്ടത് ആരെയാണ്, ഇതിന്റെ എനർജി കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ എനർജി എന്താണ്, ½ kBt ആണെങ്കിൽ എന്തായിരിക്കും 6 + 2f എനർജി എന്ന് പറയുന്നത്. അതെ, അപ്പോൾ ഇതിന്റെ എനർജി എന്ന് പറയുന്നത്, അപ്പോൾ 6 + 2f എന്തുമാത്രം എനർജി ഉണ്ട്, 6 + 2f ഇൻറ്റു എന്താണ്, ½ kBt. ഇത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 6/2 എന്താണ് 3 പ്ലസ് എന്താണ് എഫ് എന്തെന്ന് എഴുതാം, നമുക്ക് kBt എന്ന് എഴുതാം. കാരണം നമുക്കറിയാം 6 + 2f/2 എന്ന് പറയുന്നത് 6/2 പ്ലസ് എന്താണ് 2f എന്താണ് 2 ആണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 3 + f എന്ന് കിട്ടും. അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഫോർ 1 മോൾ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഫോർ 1 മോൾ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, kb എന്തായിട്ട് മാറും, 6 ആയിട്ട് മാറും. നമ്മൾ അവിടെ ചെയ്തതാണ്. അപ്പൊ u = എന്താ വരും, 3 + f എന്ത് വരും, RT എന്ന് വരും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, CV കണ്ടുപിടിക്കണം. എന്താ CV ഇക്വേഷൻ, du എന്താണ് dt. അതിട്ട് കൊടുക്കാൻ നേരത്ത് എന്താ സംഭവിക്കുന്നത്, CV = നമുക്ക് യുവിന് എന്ത് ചെയ്യാം, യുവിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും, d എന്താണ് dt ഓഫ് യുവിന് വരെ എന്താണ് 3 + f ഇൻറ്റു RT. ഇവിടെ 3 + r കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. അപ്പോൾ എന്ത് കിട്ടും, 3 + f ഇൻറ്റു എന്താണ് 6 dt 1 ആണ്, ഞാൻ എഴുതുന്നില്ല. CV കണ്ടുപിടിച്ച പിന്നെ ആരെ കണ്ടുപിടിക്കുക, CP കണ്ടുപിടിക്കുക. എന്താ CP ഇക്വേഷൻ, CV + എന്താണ് 6. ഓക്കെ, CV + 6 അല്ലേ. അപ്പൊ എന്താണ് CV എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 3 + എന്താണ് f ഇൻറ്റു 6, പിന്നെ എന്തുണ്ട്, ഒരു 6 ഉണ്ട്. നമുക്ക് 6നെ കോമൺ എടുക്കാം. അപ്പൊ എന്ത് കിട്ടും, നമുക്ക് ഇവിടെ 6നെ കോമൺ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു 3 + f ഇവിടെ കിടപ്പുണ്ട്. പ്ലസ് ഇവിടെ 6 പോയി കഴിഞ്ഞാൽ 1 ഉണ്ട്. അപ്പൊ 3 + 1 എന്താണ് 4. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി, 4 + f ഇൻറ്റു എന്തെന്ന് കിട്ടും, നമുക്ക് 6 എന്ന് കിട്ടും. ഇനി ഗാമ ആൻസറായി. ഗാമ = എന്താണ്, CP എന്താണ് CV ആണ്. ഓക്കെ, CP നമുക്ക് എന്താ കിട്ടിയത്, 4 + f ഇൻറ്റു എന്താണ് 6 ഡിവൈഡഡ് ബൈ CV നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നു,
3 + F × എന്താണ് 6 മാറും വെട്ടിക്കളഞ്ഞ് അവസാനം ഗാമ നമുക്ക് എന്താ കിട്ടിയത് 4 + F / എന്താണ് 3 + F. അപ്പോൾ വൈബ്രേഷൻ എത്രയുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് എന്തിനെ കണ്ടുപിടിക്കാൻ പറ്റും, ഗാമയെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മളുടെ പോളിയാറ്റോമിക് കേസിലെ ഗാമ എന്ന് പറയുന്നത് 4 + F / എന്താണ് 3 + F ആണ് നമ്മൾ ഇവിടുത്തെ ഗാമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. വൈബ്രേഷൻ നമുക്ക് എത്ര അറിയാവോ അത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഗാമ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ കഴിയും.